കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്ന ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വഖഫ് നിയമ ഭേദഗതി പരിഷ്കരണത്തിനുള്ള ബില്ല് നരേന്ദ്രമോദി സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ആ വാഗ്ദാനം പാലിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമായി മാറുന്നത്? മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നു വരുന്ന സമരം, അതിനെ തുടർന്ന് വഖഫിന്റെ അധിനിവേശമുള്ള മറ്റ് സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ഭീതി, അതെല്ലാം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുകയാണ്. മുനമ്പത്തെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ, അവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അവരുറ്റുനോക്കുന്നത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ നിയമത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. മുനമ്പത്ത് മാത്രമല്ല, ചെല്ലാനത്തും ചാവക്കാട്ടും കേരളത്തിലെ മാനന്തവാടിയിലും അടക്കം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടകം നോട്ടീസ് ലഭിച്ചിട്ടുള്ള, കുടിയിറക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു ദിവസം. അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നരേന്ദ്രമോദി സർക്കാർ കാണുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സോക്കോൾഡ് മതേതരവാദികളായിട്ടുള്ള എംപിമാർ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ 18 UDF എംപിമാരും ഒരു LDF എംപിയും ഈ വിഷയത്തിൽ കേരള ജനതയോടൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷവും വഖഫിന്റെ ഭീതി നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ 19 എംപിമാരും വഖഫ് നിയമ പരിഷ്കാരത്തിന് അനുകൂലമായി കൈ ഉയർത്തണമെന്നുള്ളതാണ്. നമ്മൾ കേരളത്തിലെ UDF LDF എംപിമാരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം മതേതര എംപിമാരാണല്ലോ എന്നാണ്. ഷാഫി പറമ്പന്റെയൊക്കെ മതേതരത്വം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയും. ഈ വഖഫ് ബില്ലിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അവർ കൈ ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മഹാരാഷ്ട്രയിലെ ഉജ്ജ്വലമായിട്ടുള്ള BJP വിജയത്തിന് ശേഷം, NDAയുടെ വിജയത്തിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. നിർഭാഗ്യവശാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് മുന്നണി 40 സീറ്റിലേക്ക് ഒതുങ്ങി. 80% സീറ്റുകളും നരേന്ദ്രമോദിയുടെ മുന്നണി മഹാരാഷ്ട്രയിൽ കരസ്ഥമാക്കി. കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനായിരുന്നു മഹാരാഷ്ട്രയുടെ ചുമതല എന്നാണ് ഇവിടെ വാർത്തയാക്കപ്പെട്ടിരുന്നത്. 20% താഴെ പോയി. അവരാരും തന്നെ കേരളത്തിൽ, ഒരു മാധ്യമവും കേരളത്തിൽ മഹാരാഷ്ട്രയിലെ ഈ ദയനീയമായ പരാജയം ചർച്ചയ്ക്കെടുത്തില്ല. അവരെല്ലാം വിഷയങ്ങൾ തിരിച്ചുവിടാൻ മറ്റു കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇവിടെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കുമൊക്കെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ സ്ഥിരമായി നിയന്ത്രിക്കാൻ കഴിയുന്നു. SDPIയും PFIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പോകുന്നു. വിശുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കും PFIക്കുമെതിരെ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ചെറിയൊരു നിറം മാറ്റം, ഒരു അടവ് നയം CPM ഇപ്പോൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന. പക്ഷെ മുഖ്യമന്ത്രിക്കും LDFനും ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും എതിരായി സംസാരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ? നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPIയുമായി ചേർന്നാണ് കട്ടാങ്ങൽ പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. പത്തനംതിട്ടയിലെ കോട്ടുകാൽ പഞ്ചായത്ത്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി
LDF ഭരിക്കുന്നത് SDPI ചേർന്നാണ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ LDFന് SDPI ബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം SDPIയുടെ സഹായത്തോടു കൂടിയാണ്. കോൺഗ്രസും CPM-ഉം SDPIയും ചേർന്നാണ് അവിടെ അവർ ഭരണം പിടിച്ചത്. ഇതെല്ലാം വളരെ വ്യക്തമാകുന്നത് രണ്ട് മുന്നണികൾക്കും മതഭീകരവാദ സംഘടനകളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും PFI പരസ്യമായി അവരുടെ ലഘുലേഖകളുമായി UDFനോടൊപ്പം അണിനിരന്നു. കോൺഗ്രസ് നേതാക്കന്മാർ വെൽഫെയർ പാർട്ടി നേതാക്കളുമായും PFI നേതാക്കളുമായിട്ട് പരസ്യമായി ബാന്ധവം ചെയ്തു. SDPI ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമല്ല. K. സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ SDPI ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ SDPIക്കും PFIക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൗരവത്തിലെടുത്തില്ലെങ്കിലും PFIക്ക് കേരളത്തിൽ പൊതുവെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരുന്നു. PFI നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു. ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇന്നേവരെ കേരളത്തിൽ നാം എവിടെയും കണ്ടിട്ടില്ല ഒരു ഭീകരവാദ ശക്തികൾ, നിരോധിത ഭീകരവാദ സംഘടന ഒരു ജനറൽ ആരാധനാലയങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയുന്നു. ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഒരു സമുദായത്തെ ആകെ സ്വാധീനിക്കത്തക്ക നിലയിലേക്ക് കേരളത്തിൽ മതഭീകരവാദം വളർന്നിരിക്കുന്നു. അത് കാണാൻ മതേതര പാർട്ടികളെന്ന് പറയുന്നവരോ നിഷ്പക്ഷത നടിക്കുന്ന മാധ്യമങ്ങളോ പോലും തയ്യാറാവുന്നില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നാം ഇവിടെ മാത്രമല്ല ഇത് കണ്ടത്. നാം പാലായിൽ അത് കണ്ടു, കൽപ്പറ്റയിൽ അത് കണ്ടു, കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു. മതഭീകരവാദ ശക്തികൾ കക്ഷി വ്യത്യാസമില്ലാതെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തോൽപ്പിക്കാൻ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു. ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് UDFന് മാത്രമല്ല LDFനും കൈ കഴുകി കളയാൻ കഴിയില്ല. അത്രമാത്രം വർഗീയതയുമായി സന്ധി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുത്തുക മാത്രമാണ് മതേതരത്വം പുലരണം, സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കടമയായി ഞങ്ങൾ കണക്കാക്കുന്നത്. അതിനുള്ള പോരാട്ടങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഇരു മുന്നണികളും സ്വീകരിച്ച നിലപാട് തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള നില LDFും UDFും സ്വീകരിക്കുക. ഭൂരിപക്ഷ സമുദായത്തെ പണ്ട് മുതലേ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂനപക്ഷത്തെയും അവർ 30% വോട്ടിന് വേണ്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നൽകുന്നത്, സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. BJPയെ സംബന്ധിച്ച്, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ നിലപാട്.